മലയാള സിനിമയിൽ ചിരി കുറഞ്ഞു വരുന്നതായി നടൻ സലിം കുമാർ. വയലൻസ് എന്ന പേരിൽ പല സിനിമകളും ഇറച്ചിക്കടകളായി മാറിയിരിക്കുകയാണെന്നും സലിം കുമാർ കുറ്റപ്പെടുത്തി. ദോഹയിൽ MP അബ്ദുൽ സമദ് സമദാനിക്കൊപ്പം നടത്തിയ സാഹിബും സ്രാങ്കും പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സലിം കുമാർ. പ്രഭാഷണ കലയിലെ അതുല്യ വ്യക്തിത്വങ്ങളിലൊരാളും പാർലമെന്റ് അംഗവുമായ അബ്ദുൽ സമദ് സമദാനിയും അഭിനയ തികവിന്റെ മുഖമുദ്രയും സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറയുകയും ചെയ്യുന്ന സലീം കുമാറും ഒരേ വേദിയിൽ ഒരുമിച്ചത് ഖത്തറിലെ മലയാളികൾക്ക് വേറിട്ട അനുഭവമായി. ഇവന്റോസ് മീഡിയ സംഘടിപ്പിച്ച സാഹിബും സ്രാങ്കും അതുകൊണ്ട് തന്നെ ചിരിയുടെയും ചിന്തയുടെയും അർത്ഥവത്തായ ചർച്ചകൾ പങ്കുവെക്കുന്ന വേദി കൂടിയായി. സിനിമയ്ക്കുമപ്പുറം സമകാലിക സാമൂഹിക ജീവിതത്തിലെ നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ച സലീം കുമാർ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്ന വയലൻസ് രംഗങ്ങളെയും സമൂഹ മാധ്യമങ്ങളിലെ നശീകരണ പ്രവണതയെയും കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഒരു ചിരിയുള്ള പടം വന്നിട്ട് എത്ര കാലമായി? കാരണം ഇവരുടെ കയ്യിൽ മുഴുവൻ ഈ വയലൻസും സ്റ്റണ്ടും മാത്രമേ. ഒരു ചിരിയുള്ള പടം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച പടങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളെയും വിഭിന്ന മതസമൂഹങ്ങളിൽപ്പെട്ടവരെയും ഭിന്നശേഷിക്കാരെയും ഒരുമിപ്പിച്ചുകൊണ്ട് 2022 ലോകകപ്പിൽ മഹത്തായ സന്ദേശം ലോകത്തിന് കൈമാറിയ ഖത്തർ കലാകാരന്മാരെ ആദരിക്കാൻ പഠിച്ച രാജ്യമാണെന്ന് അബ്ദുൽ സമദ് സമദാനി അഭിപ്രായപ്പെട്ടു. ഈയിടെ അന്തരിച്ച മലയാളത്തിന്റെ ഭാവഗായകൻ P. ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുമായി അടുത്തിടപഴകിയപ്പോഴെല്ലാം ഒരു യഥാർത്ഥ കലാകാരനിലെ മനുഷ്യസ്നേഹിയെയാണ് അനുഭവിച്ചറിഞ്ഞതെന്ന് സമദാനി പറഞ്ഞു. ടെക്നോളജിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുമ്പോഴും മൂല്യബോധത്തിന് വലിയ ഉടച്ചിൽ തട്ടുന്നുണ്ടെന്നും വിവാഹം, കുടുംബം എന്നീ സംവിധാനങ്ങൾ തന്നെ ഇല്ലാതാവുകയാണെന്നും സമദാനി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നോളജിയുടെ വരവും മൂല്യങ്ങളുടെ ഒരു കുഴമറിച്ചിലും ആഗോളതലത്തിലുള്ള വലിയ പ്രശ്നമാണ്. കുടുംബമെന്ന സംവിധാനം തന്നെ വളരെ വലിയ വെല്ലുവിളിയാണ് ലോകത്ത് നേരിടാൻ പോണത്. പാട്ടും ചിരിയും ചിന്തയുമെല്ലാം പങ്കുവെച്ച് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഒത്തുകൂടിയ സാഹിബും സ്രാങ്കും നിറഞ്ഞ മനസ്സോടെയാണ് ഖത്തർ മലയാളികൾ നെഞ്ചേറ്റിയത്. അൻവർ പാലേരി, 24 ദോഹ.